ഈ മദ്മൂമത്തായ മോശമായ സ്വഭാവങ്ങളുടെ ഓപ്പോസിറ്റുകൾ, അതിന്റെ വൈരുദ്ധ്യങ്ങൾ. ആ വൈരുദ്ധ്യങ്ങൾ ഏതാകുന്നു? അൽ അഖ്ലാഖുൽ മഹ്മൂദത്തു, വാഴ്ത്തപ്പെടുന്ന നല്ല സ്വഭാവങ്ങൾ. അതാണ് അതിന്റെ ഔദാദുകൾ. അത് മംബൗത്വാഅത്തി വൽ ഖുർബാത്തി, ആരാധനകൾ, ഇബാദത്തുകൾ, ഇതിന്റെ ഉറവിടമാണ് ഈ നല്ല സ്വഭാവം ഉണ്ടാവുക. അപ്പൊ അല്ലാഹു തആല പറഞ്ഞത് കേട്ട് നടന്ന് ദീനീബോധത്തോടുകൂടെ ഇബാദത്തുകളും മറ്റു ആരാധന കർമ്മങ്ങളും ഉണ്ടോ, അവരിൽ നിന്നാണ് നല്ല സ്വഭാവം ഉണ്ടാവുക. അല്ലാത്തത് ദുഷിച്ച സ്വഭാവം ഉണ്ടാവുള്ളൂ. അതങ്ങനെ തന്നെയല്ലേ? നല്ലത് ചെയ്യുമ്പോഴല്ലേ നല്ല സ്വഭാവം കിട്ടുള്ളൂ. വേണ്ടാതെ ചെയ്യുമ്പോഴല്ലേ ദുഷിച്ച സ്വഭാവം വരിക. അങ്ങനെ വരുമ്പോൾ ഫൽ ഇൽമു ബിഹുദൂദി ആദിഹിൽ ഹുമൂരി വഅഖായിസിഹ വഅസ്ബാബിഹ വസമറാത്തിഹ വഇലാജിഹ വഇൽമുൽ ആഖിറത്തിന. ഫൽ ഇൽമു, അപ്പൊ അറിവ്, ബിഹുദൂദി ആദിഹിൽ ഹുമൂരി, ഇത്തരം കാര്യങ്ങളുടെ നിർവചനം കൊണ്ടുള്ള അറിവ്, വഅഖായിസിഹ, ഇവയുടെ ഹഖീഖത്തുകളെ കൊണ്ടുള്ള അറിവ്, വഅസ്ബാബിഹ, ഇതിനുള്ള കാരണങ്ങളെ കൊണ്ടുള്ള അറിവ്, വസമറാത്തിഹ, അതിന്റെ അന്തിമ ഫലം കൊണ്ടുള്ള അറിവുകള്, വഇലാജിഹ, അതിന്റെ മരുന്നുകളും ചികിത്സകളൊക്കെ അറിയേണ്ട അറിവുകള്. ആ അറിവ് ഹുവ ഇൽമുൽ ആഖിറത്തി, അത് ആഖിറത്തിലേക്കുള്ള അറിവാണ്. അത് ദുന്യാവിന്റെ അറിവല്ല, ഉഖറവിയായ അറിവാണ് അറിവ്. വഹുവ ഫർളു ഐൻ, ഈ ഉഖറവിയായ ഈ പറഞ്ഞ അറിവ് ഫർളു ഐനാണ്. ഫീ ഫത്വ ഉലമാഇൽ ആഖിറത്തി, ആഖിറത്തെ ചിന്തിച്ച് ജീവിക്കുന്ന ഉലമാഉൽ ആഖിറ, അവരുടെ ഫത്വകളിൽ ഇതൊക്കെ ഫർളു ഐനാണ്. അപ്പോ ബൽ മുഅ്രിദു അൻഹാ, ഈ പറഞ്ഞ നല്ല സ്വഭാവങ്ങളെ തൊട്ട് തിരിഞ്ഞു പോകുന്നവൻ, ഫർളു ഐനായ കാര്യം ആണല്ലോ ഇത്, ഇത്തരം വിജ്ഞാനങ്ങളെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞു പോകുന്നവൻ, ഹാലിക്കുൻ, അവൻ നശിച്ചുപോയി. എന്തുകൊണ്ട് നശിച്ചു? ബിസത്വത്തി മലിക്കിൽ മുലൂക്കി ഫിൽ ആഖിറത്തി, ദുന്യാവിലല്ലോ, ആഖിറത്തിൽ ചെല്ലുമ്പോൾ മലിക്കുൽ മുലൂക്ക്, രാജാക്കന്മാർ രാജാവായ അല്ലാഹ്, ആ അള്ളാഹുവിന്റെ ശിക്ഷ കൊണ്ട് ഇവൻ നശിച്ചു പോകുന്നവരാണ്. ഏതുപോലെ കമാ അന്നൽ മുഅ്രിദാനിൽ അഅ്മാലിൽ ലാഹിറത്തി, പ്രത്യക്ഷ കർമ്മങ്ങളെ തൊട്ട് തിരിഞ്ഞു കളയുന്നവൻ, ഹാലിക്കും ബിസൈബി സ്വലാത്തീനി ദുനിയ, ദുനിയാവിലെ രാജാക്കന്മാരുടെ വാളുകൊണ്ട് നശിക്കുന്നവനല്ലേ. ഇവിടെ നിയമങ്ങളും വ്യവസ്ഥകളുമുണ്ട് ബാഹ്യമായിട്ട്, അത് പാലിച്ചില്ല എങ്കിൽ രാജാക്കന്മാർ പിടികൂടി വെട്ടും. ബിഹുക്കുമി ഫത്വഖായി ദുനിയ, ദുനിയാവിലെ പണ്ഡിതന്മാരുടെ ഫത്വയുടെ വിധി അനുസരിച്ച് ദുനിയാവിലെ രാജാക്കന്മാർ ശിക്ഷ നടപ്പാക്കും. നിസ്കരിക്കാത്തവരെ അതിന് ശിക്ഷയുണ്ട്, നോമ്പ് നോൽക്കാത്തവർക്ക് ശിക്ഷയുണ്ട്, സക്കാത്ത് കൊടുക്കാത്തവർക്ക് ശിക്ഷയുണ്ട്, കൊല്ലുന്നവർ, കക്കുന്നവർ, വ്യഭിചരിക്കുന്നവർ, ഇതിനെല്ലാം ഭാഗ്യമായി ഈ ദുനിയാവിൽ പണ്ഡിതന്മാർ ഫത്വ കൊടുക്കും. അതനുസരിച്ചുകൊണ്ട് രാജാക്കന്മാരും ഭരണാധികാരും ശിക്ഷ നടപ്പാക്കും. അപ്പൊ ഇത്തരം കാര്യം തിരിഞ്ഞ് നശിക്കൂലെ, വെട്ടിക്കൊല്ലുവനെ എന്നതുപോലെ തന്നെയാണ് ആഖിറത്തിലും. അപ്പൊ രണ്ടുകൂടും നന്നാവേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ അപ്പൊ പിന്നെ പണ്ഡിതന്മാരുടെ നോട്ടം എവിടെ? ഫർള് ഐനുകളിലാണ് എന്ന് വന്നു. അതെങ്ങനെ? ബിൽ ഇളാബത്തി ഇലാ സലാഹി ദുനിയ, ദുനിയാവിനെ നന്നാക്കുക എന്നതിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അവരുടെ ചിന്തകളും അവരുടെ ആലോചനകളും ഒക്കെ എത്തിപ്പെടുന്നത് ഫർള് ഐനുകൾ തന്നെയാണ്. വഹാദാ ബിൽ ഇളാബത്തി ഇലാ സലാഹിൽ ആഖിറത്തി, ദുനിയാവിന്റെ നന്മയിലേക്കാണ് അവർ നോക്കുന്നത് എന്നുള്ളത് എവിടുന്ന് കിട്ടും? അത് ആഖിറത്തിന്റെ നന്മയിലേക്ക് നോക്കുമ്പോ, ചേർത്ത് നോക്കുമ്പോ ദുനിയാവിന്റെ നന്മ, ദുനിയാവിന്റെ നന്മയാകുമ്പോൾ ഫർള് ഐനുമാണ്. ഇങ്ങനെയൊക്കെയാണ് വരിക. ഓരോ നമ്മൾ ഇവിടെ പറഞ്ഞ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു അർത്ഥത്തെ കുറിച്ച് ഒരു ഫഖീഹ് ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ എത്രത്തോളം അത്താരിൽ ഇഖ്ലാസ്, മസല ഉദാഹരണമായി പറയാം, ഇഖ്ലാസിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അനി തവക്കുലി, എന്താണ് തവക്കുല്, അതിനർത്ഥം ചോദിച്ചാൽ, അല്ലെങ്കിൽ അൻ വജ്ഹിൽ ഇഹ്തിറാസി അനി റിയായി, റിയായിനെ തൊട്ട് സൂക്ഷിക്കൽ എങ്ങനെ, അതിന്റെ വഴികൾ എങ്ങനെ എന്നതിനെ കുറിച്ച് ഒരു ഫഖീഹോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ലതവഖവ ഫീഹി, അതിൽ അവർ നിൽക്കും. ആ പണ്ഡിതൻ അവിടെ നിൽക്കും, ഒന്നും മറുപടി കഴിയൂല.
എന്തോടുകൂടി മാ എന്നഹു നിശ്ചയമായിട്ടും അത് ഫർളു ഐനി, അത് അയാളുടെ ഫർളു ഐനാണല്ലോ. ഫിഖ് അറിയുന്ന ഫഖീന്റെ കൂടി കാര്യമാണ് എന്ത്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ്. ആ അറിവ് ഉണ്ടായിരിക്കെ അല്ലതി എങ്ങനത്തെ ഫർളു ഐന് ഫി ഇഹ്മാലിഹി, ആ ഫർളു ഐനെ നാശമാക്കുന്നതിലാണ് ഹലാഖുഹു അവർക്കുള്ള നഷ്ടം, ഈ പണ്ടിന്റെ നഷ്ടം, നാശം, ഫിൽ ആഖിറത്തിൽ ദുനിയാവിൽ ഈ ഫർളു ഐനെ ഒഴിവാക്കി അതിന്റെ ശിക്ഷ ആഖിറത്തിൽ അനുഭവിക്കണം. എന്നിരിക്കെ ഇയാൾ ഇത്തരം കാര്യങ്ങളൊന്നും ചോദിച്ചിട്ട് പറഞ്ഞു തരുന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അല്ലാത്ത അപകടം. വിവരമൊക്കെയുണ്ട്, ഇതൊന്നും അയാൾ അറിയില്ല, കുടുങ്ങിയില്ല. എന്നാ നീ അയാളോട് ചോദിച്ചു നോക്കാം, പണ്ഡിതനോട് ചോദിച്ചു നോക്കാം, എന്താണ് ലിആൻ? അങ്ങനെ പരിപാടി ഉണ്ടല്ലോ, ലിആന്റെ പരിപാടി ഫിഖ്ഹില്. ലിഹാറ് ഭാര്യ എന്താണ് ഉമ്മാനം മുതുകോലൊക്കെ പറയില്ലേ, ഇങ്ങനെ ലിഹാറ് ലിആൻ. സബക്ക് പന്തയം, അതുപോലെ എറിയുക, അമ്പെഴുത്ത് ഇത്യാദി കാര്യങ്ങൾ പണ്ഡിതനോട് ചോദിച്ചു നോക്കാം. ലസ്വറദ അലൈക മുജല്ലദാത്തിൻ മിന തബ്രിആത്തി ദഖീഖിയ, അയാള് ആർക്കും പെട്ടെന്ന് വ്യക്തമായി തിരിയാത്ത നിഗൂഢമായി കിടക്കുന്ന ഒരുപാട് ശാഖകൾ ഉണ്ടാവും. അത്തരം ശാഖകൾ അതിനെ കൊണ്ടുവന്നിട്ട് ഒരുപാട് ജിൽദുകൾ വലിയ വലിയ കിതാബുകളാക്കി നിന്റെ തുടച്ചു തരാൻ അയാളോട് കഴിയും. പക്ഷെ ആഖിറത്തിന്റെ കാര്യം കിട്ടൂല. ഇതാണ് ഇപ്പൊ ദുനിയാവിന്റെ ഇൽമു എന്ന് പറയുന്ന മാറ്റം. അല്ലത്തി എങ്ങനത്തെ മുജല്ലദാത്തുകള് തങ്ങളിൽ ദുഹൂർ കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകും. വലായി എഴുത്താജുല ഷെയ്ഇൻ മിൻഹ, എത്തരത്തിൽ ഇയാൾക്ക് ഇതിൽ പറഞ്ഞ ഒരു കാര്യത്തിലേക്കും ആവശ്യമില്ലാത്ത കാര്യത്തിൽ കാലം അങ്ങനെ കഴിച്ചൂട്ടിപ്പോയി. ഇത്രത്തോളം കഴിച്ചൂട്ടാൻ പറ്റുന്ന ഒരുപാട് ജൽദുകൾ ഇയാൾ നിനക്ക് തുറന്ന് അങ്ങനെ ഇട്ടേരും. എന്നാ അയാളുടെ ആഖിറത്തിൽ പെട്ട എന്തൊരു കാര്യം ചോദിച്ചാൽ അറിയില്ല. ഇപ്പൊ മനസ്സിലായോ? ഉഖറവിയായ ഇൽമും ദുന്യവിയായ ഇൽമിന് മാറ്റം അതാണ്. ഇനി ഉത്തീജ അതിലേക്ക് ആവശ്യമായി വരികയാണെങ്കിൽ തന്നെ ലം ദഖൽ ബലദു, അങ്ങനെ ആവശ്യമുണ്ടെന്ന് വെക്കുക, എന്നാ നാട് ഒഴിവായിട്ടില്ല. അമ്മൻ യഖൂമു ബിഹ, ഇത്തരം കാര്യങ്ങളെ പറയാനും പറഞ്ഞു തരാനും പറ്റുന്ന, അത് നിറവേറ്റാൻ പറ്റുന്ന ഒരാൾ നാട് ഒഴിവായിട്ടില്ല. എന്നിരിക്കെ അയാൾക്ക് എന്ത് ചെയ്യേണ്ട പണിയുള്ളൂ? അതിൽ എന്താണ് പ്രയാസപ്പെട്ട ചെലവെന്താണോ അത്തരം ഒരു ചെലവ് മാത്രമേ മതിയാകൂ. അങ്ങനെ ഇരിക്കെ ഇതുകൊണ്ടുള്ള നാട്ടുകാർ നിൽക്കാമെന്ന്, ഇത് നിറവേറ്റാൻ നാട്ടിലുള്ള ആൾ ഉണ്ടായിരിക്കെ അതിലേക്ക് ആവശ്യമായി വരികയാണെങ്കിൽ പോലും ലൈലൻ ഒരാറ, അങ്ങനെ അയാൾ എന്താവെന്ന് അറിയുമ്പോൾ ആ വിഷയത്തിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ അധ്വാനിച്ചുകൊണ്ടേയിരിക്കും. അതിനെ പഠനം നടത്തുക, അതിനെ ഹിഫ്ളാക്കു എന്ന വിഷയത്തിലും അയാൾ ഇങ്ങനെ ക്ഷീണിച്ചുകൊണ്ടേയിരിക്കും, അതാണ് അധ്വാനിക്കും. അയാൾ അന്തം വിടും. അമ്മ ഒന്നിനെ തൊട്ട് ഹുവ, ആ ഒന്ന് മുഹിമ്മു നഫ്സി ഫിദ്ദീനി, ദീനിന്റെ കാര്യത്തിൽ അയാളുടെ ശരീരത്തിന്റെ മുഖ്യമായ കാര്യമാണത്. അതിനെ തൊട്ടാക്കി ശ്രദ്ധയില്ല. ഈ പറഞ്ഞ മറ്റു പല കാര്യങ്ങളോ അതിനെ ഇപ്പളാക്കാനും പഠിക്കാനും മറ്റുള്ളത് എഴുതിണ്ടാക്കാനും എന്തൊക്കെയാണ് ചെയ്യും. പക്ഷെ ആഖിറത്തിലേക്കൊന്നുമില്ല. ഇതാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അങ്ങനെ അതിലിങ്ങനെ ആവർത്തിച്ചിങ്ങ് നോക്കിയാൽ കാല അവസാനമായി പറയുന്നു, ഇഷ്ടകൽത്ത് ബിഹി, ഞാൻ അതുകൊണ്ടൊക്കെ ജോലിയായി. എന്തുകൊണ്ട്? അന്നഹു ഇൽമുദ്ദീനി, അതൊക്കെ ഇൽമുദ്ദീനാണല്ലോ. അപ്പൊ പറന്നുൽ കിഫായ, പറന്നു കിഫയുമാണല്ലോ, അതുകൊണ്ട് ഞാൻ ജോലിയായി എന്ന് അയാൾ പറയും ചെയ്യും. ഇങ്ങനെ അയാളോട് ആ വിഷയത്തിൽ ആവർത്തിച്ചാൽ ചോദിച്ചാൽ അതാ ഉണ്ടാവുക. എന്നിട്ട് പോയി റബ്ബിസ് അലാ നഫ്സി വഅലാ ഗൈരി തഅല്ലുമിഹി, അത്തരം കാര്യങ്ങൾ പഠിക്കുന്ന വിഷയത്തിൽ സ്വന്തം നഫ്സിന്റെ മേലും മറ്റുള്ള ആൾക്കാരുടെ മേലും ആണെന്താക്കി ആകെ തസ്വീസാക്കിട്ടു, ഇൽത്തിബാസ് ഉണ്ടാക്കി. വൽ ഫത്തനു, ബുദ്ധിമാൻ യഅലമു, അവൻ മനസ്സിലാക്കും, അറിയും, അന്നോ നിശ്ചയമായിട്ടും കാര്യം ലൗകാന ഖറളുഹു അദാ ഹഖിൽ അംരി ഫി ഫർളിൽ കിഫായ, ഫർള് കിഫായിൽ എന്താണ് ഒരു കാര്യത്തിന്റെ യഥാർത്ഥം എന്താണോ അതാണ് വീട്ടില് അവന്റെ ആവശ്യമെങ്കിൽ നല്ല കദ്ദമാലേക്ക് ഫർളല്ല. അങ്ങനെ വരികയാണെങ്കിൽ ബുദ്ധിമാൻ ചെയ്ത പണി എന്താ? ഫർള് കിഫയേക്കാൾ ഫർള് അതിന്റെ മുന്തിക്കും, അതെടുക്കും എന്നാ പറഞ്ഞു.
ബൽ എന്ന് മാത്രമല്ല ഖദ്ദമാനി കസീറൻ ഫുറൂദുൽ കിഫായാത്തി, അതിനേക്കാൾ അതാണ് മുന്തിക്കുക. പക്ഷേ ഇവിടെ എന്ത് കാണിക്കുന്നു? ഫർദ് കിഫയിൽപ്പെട്ടതായിരിക്കുന്നതിന്റെക്കാൾ അല്ല, അങ്ങനല്ല. അത് മാത്രമല്ല ചെയ്യുക, ഫർദ് കിഫയിൽ ഉള്ള അധികം എന്തുണ്ടോ ആ ഫർദ് കിഫയിൽ അധികത്തെയും എന്ത് ചെയ്യും? ഇയാള് ഇവിടെ ഫർദ് അതിനേക്കാൾ മുന്തിക്കുന്നു. ബുദ്ധിമാനായ ആൾ ചെയ്യുന്ന പണി ഇപ്പൊ എന്താണ്? ഫർദ് അതിനാണ് മുന്തിക്കേണ്ടത്, എന്തിനേക്കാൾ? ഫർദ് കിഫയേക്കാൾ. എന്നിരിക്കെ ഫർദ് കിഫ അതിനേക്കാളും ഫർദ് കിഫയിൽപ്പെട്ടതായിരിക്കുന്ന ഒരുപാട് കാര്യം ഞാൻ മുന്തിച്ചു കൊണ്ടുവരും. അങ്ങനെ ഉണ്ടാകാം. പക്കം മിൻ ബൽദത്തിൻ, എത്ര നാടുകളാണ്, ലൈസബിഹ ത്വബീബുൻ, ആ നാടുകൾ എന്തില്ല? ഡോക്ടർമാരില്ല. അങ്ങനത്തെ എത്ര നാടുകള്. ഇല്ലാമിൻ അഹിലി ദിമ്മത്തി, ആ നാട്ടിലുള്ള ഡോക്ടർമാരൊക്കെ ദിമ്മത്തിന്റെ അഹിലുകാരെ ക്രിസ്ത്യാനിയ ജൂതന്മാരോ മജൂസികളായിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാരെ ഉള്ളു, വേറെ ആരുമില്ല. വലാ യജൂദു, എത്തരത്തിൽ ഖബൂലു സഹാദത്തിയും ഇവരുടെ ആരുടെയും ഷഹാദത്ത് സ്വീകരിക്കപ്പെടാൻ പറ്റൂല. ഫീമ യതഅല്ലഖു ബിൽ അതിബാഇ മിൻ അഹ്കാമിൽ ഫിഖ്ഹി, ഫിഖ്ഹിന്റെ വിധികളിൽ നിന്ന് ഡോക്ടറുമായി ചികിത്സയുമായി ബന്ധിക്കുന്ന എന്തെല്ലാം കാര്യം ഫിഖ്ഹിന്റെ കാര്യത്തിലുണ്ട്. അത്തരം കാര്യത്തിലൊന്നും ഈ പറയുന്ന അഹ്ലു ദിമ്മത്തുകാർ ഷഹാദത്ത് സ്വീകാര്യവുമല്ല. സുമ്മ ലാ നറാ ഹദൻ യസ്തഈബിൻ ബിഹി, പിന്നെ നമുക്ക് നോക്കുമ്പോ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ജോലി ഒരാളെ നമുക്ക് കാണാനുമില്ല. അങ്ങനെ അപ്പൊ പിന്നെ ഫിഖ്ഹിന്റെ ഇൽമിന്റെ മേൽ എന്താകും? ഇയാളങ്ങോട്ട് മത്സരിക്കും, തേടും. ലാ സിയ്യമ, പ്രത്യേകിച്ചും അൽ ഖിലാഫിയാത്തി വൽ ജദലിയാത്തി, തർക്കങ്ങളും അതുപോലെ തന്നെ അഭിപ്രായ ഭിന്നത, അതോ അതുവരെ അത് കണ്ടെത്തി പഠിക്കും. വൽ ബലദു മശ്ഊനും മിനൽ ഫുഖഹായി, എത്തരത്തിൽ ഫുഖഹാക്കളെ കൊണ്ട് നാടോട് നിറഞ്ഞു നിൽക്കുകയാണ്. ബിമൻ, ഒരുത്തനെ കൊണ്ട്. എങ്ങനത്തെ ഒരുത്തൻ? യസ്തഈൽ ബിൽ ഫത്വ, ഫത്വ കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. വൽ ജവാബ് അൽ വഖാഇ, സംഭവവികാസം സംഭവിക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കാനും ഫത്വ കൊടുക്കാനൊക്കെ പറ്റുന്ന ആൾക്കാർ എത്ര ഇവിടെ ഉണ്ട്. അങ്ങനെ ജോലിയാകുന്ന ഒരുപാട് ഫുഖഹാക്കളെ കൊണ്ട് ഇവിടെ നാട് നിറഞ്ഞു നിൽക്കുകയാണ്. എന്നിരിക്കെ ഇത്യാദി കാര്യം തന്നെ പഠിക്കാൻ പോകുമ്പോണ് ഫർദ് അതിനകത്ത് പഠിച്ചൂടെ എന്ന് മൊത്തത്തിൽ ചോദ്യം. ഫർദ് കിഫ വേണ്ടതല്ല, ഫർദ് കിഫ വേണം, അതോടൊപ്പം ഫർദ് അതിന് പഠിച്ചൂടെ, അത് ഫർദ് അതിനെ ബന്ധിക്കേണ്ടത് നടത്തും. ഇങ്ങനെ ദുന്യവിയായാലും ഉഖറവിയായാലും തമ്മിൽ മാറ്റം അങ്ങനെയാണ്. വലയത്തെ ശൈലി, ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. കൈഫ യുറഖസു ഫുഖാഉദ്ദീനി ബിൽ ഇസ്തിആല ബി ഫർദ് കിഫായ, സാമൂഹ്യ കടപ്പാടുള്ള കാര്യങ്ങളെ കൊണ്ട് ജോലിയാകുന്ന വിഷയത്തിൽ ദീനിന്റെ ഫുഖഹാക്കൾക്ക് ഇളവ് നൽകപ്പെടുക എങ്ങനെയാണ് എന്നറിഞ്ഞാൽ എത്ര നന്നായിരുന്നേനെ. കത് കാമവി, ഈ ജമാഅത്തുൻ, ഈ ഫർദ് കിഫയ കൊണ്ട് ഒരു സംഘം ആൾ നിന്നിട്ടുണ്ട്. എന്നിരിക്കെ ഫർദ് കിഫകളെ കൊണ്ട് ജോലിയാകുന്ന ഇളവ് ഫുഖാഉദ്ദീന് എങ്ങനെ കൊടുക്കാൻ പറ്റും? അതുകൊണ്ട് നിൽക്കാത്ത ഒരുപാട് കാര്യം അങ്ങനത്തെ ഒന്നിനെ മുടക്കാക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് എങ്ങനെ അളവ് കൊടുക്കാൻ പറ്റും? അതിനാരുമില്ല. ഫർദ് കിഫയ്ക്ക് ഒരുപാട് ആൾക്കാരുണ്ട്, എന്നിട്ട് അതുകൊണ്ട് ജോലിയാക്കുക. മറ്റു പല കാര്യങ്ങൾ അത് ചെയ്യുന്ന ആരും ഇല്ലതാണ്, എന്നിട്ട് അതും ഒഴിവാക്കുക. ഇത്യാദി കാര്യങ്ങളിൽ എങ്ങനെ അളവ് കൊടുക്കാൻ പറ്റും ആലോചിക്കുകയാണ്. ഹല്ലി ഹാദ സബബുൻ, ഇതിന് വല്ല കാരണവും ഉണ്ടോ? എങ്കിലും ഇല്ല എന്ന തിബ്ബ ലൈസ യതയസ്സറു വസൂൽ ബിഹി, ഈ തിബ് എന്ന് പറഞ്ഞ സാധനം ചികിത്സ സംബന്ധമായ കാര്യം അതുകൊണ്ട് ചേരുക എളുപ്പമല്ല. ഇലാ ദവൽ ഔഖാഫ് വൽ വസായ, വഖഫ് സ്വത്തുകൾ എടുക്കുന്നതിലേക്കോ വസിയത്തിനെ അധികാരപ്പെടുത്തുന്നതിലേക്കോ ഒന്നും ചേരാൻ എളുപ്പമല്ല. വഹിയാദത്തി മാൽ ഐത്താമി, അതുപോലെ അനാഥ മക്കളെ സമ്പത്ത് ഒരുമിച്ചൂട്ടുക എന്നതിലേക്കും ചേരാൻ പറ്റുന്നൊരു മാർഗമല്ല ഈ തിബിന്റെ ഇരുന്ന്. തഖല്ലുദുൽ ഖളാഇ വൽ ഹുക്മ, വിധികളും അതുപോലെ തന്നെ ഫത്വകളും എല്ലാം സ്വീകരിക്കുക. തഖദ്ദും ബിഹി, അതുകൊണ്ട് മുന്തുക. അൽ അഖ്റാനി, അക്കാലത്തുള്ള ആളുകളെക്കാളും മുന്തിക്കുക. തസല്ലുത്തി ബിഹി അൽ അഅദായി, അതുപോലെ തന്നെ ശത്രുക്കളെ നേരിൽ ഈ പറയുന്ന ഇൽമു തിബ് കൊണ്ട് അധികാരം നടത്തുക. ഇതൊക്കെ എങ്ങനെ എളുപ്പമായതാണോ? അല്ലല്ലോ. ഹയ്യാത്ത അതൊക്കെ അകലെയാണ്, വിദൂരമാണ്. അതിന്തറസായി ഇൽമുദ്ദീനി, ശരിക്കും പറഞ്ഞ ദീനിയായ ഇൽമൊക്കെ മുന്തിരിസായി മാഞ്ഞുപോയി. ചീത്ത ഒലമാക്കളുടെ തസ്വീസാക്കൽ കൊണ്ടാകെ പോയത്. ഇപ്പൊ ദീൻ പഠിക്കാൻ ആരുമില്ല. ഇപ്പത്തെ കാലം അങ്ങനത്തെ ദീൻ പഠിക്കാൻ ആരുമില്ല.
ഒക്കെ ഭൗതികമായിട്ട് ദീൻ വേഷത്ത് നടക്കാന്നേ ഉള്ളൂ. ദീൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭൗതികം നേടിയിരിക്കുകയാണ്. എല്ലാവരും ചിന്തിപ്പ തന്നെയാണ്. അതിനാണ് പണ്ഡിതന്മാർ കൂടുതൽ പ്രചോദനം നൽകുന്നത്. അള്ളാഹു തആല മുസ്തആൻ, അള്ളാഹുവിനുള്ള സഹായം തേടാണ്. നമുക്ക് എന്ത് ചെയ്യും? അള്ളാഹുവിനേക്കാണ് അഭയം. എന്ത് വിഷയത്തില്? ഇത്തരം വഞ്ചനകളെ തൊട്ട് അള്ളാഹ് നമുക്ക് അഭയം തരിക എന്ന കാര്യത്തിൽ അള്ളാഹുവിലേക്ക് സഹായം, അള്ളാഹുവിനോട് അഭിപ്രായം ചോദിക്കുന്നു, അള്ളാഹു സഹായം തേടുന്നു, അള്ളാഹുട് കാവൽ ചോദിക്കുന്നു. അല്ലത് എങ്ങനത്തെ വഞ്ചന? യുസ്തിഖുർ റഹ്മാൻ, പടച്ച റബ്ബിനെ ദേഷ്യം പിടിപ്പിക്കും. വയുദ്ഹിഖു ശൈത്താന, പിശാചിനെ ചിരിപ്പിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെ തൊട്ട് അഭയം തേടണം അള്ളാഹുവിനോട്. അല്ല എന്ത് ചെയ്യാൻ? വഖദ് കാന അഹ്ലുൽ വറഇ മിൻ ഉലമാഇൽ ളാഹിരി, പ്രത്യക്ഷത്തിലുള്ള പണ്ഡിതന്മാരുടെ ഭൗതിക ദീൻ അറിയുന്ന ആൾക്കാർ, ഭൗതികമായി അറിയുന്ന അങ്ങനെയുള്ള ഉലമാക്കളിൽ നിന്നുള്ള വറഇന്റെ അഹ്ലുകാര് അവർ എന്താണെന്നറിയാമോ? മുഖ്രീന, അങ്ങനെയുള്ള അഹ്ലുകാര് മുഖറീനല്ല, മുഖരീന ബിഫദ്ലി ഉലമാഇൽ ബാത്തിനി വഅർബാബിൽ ഖുലൂബ്, ആത്മബന്ധമായുള്ള ആൾക്കാരോടും ബാത്തിനിയായ ഇൽമുള്ള പണ്ഡിതന്മാരോടുള്ള ശ്രേഷ്ഠതയോടും ഈ ഉലമല്ലാഹിൽപ്പെട്ടതായ വറഇന്റെ അഹ്ലുകാരെ അന്വരിക്കപ്പെട്ടതായി, മുഖരീന അന്വരിപ്പിക്കപ്പെട്ടവരായി വന്നിട്ടുണ്ട്. നോക്ക, കാനൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങള് യജ്ലിസു, മഹാനവറുകൾ ഇരിക്കുമായിരുന്നു. ബൈനയദി ഷൈബാൻ റായി, മേക്കുകാരനായിരിക്കുന്ന ഷൈബാൻ, യുവാവായിരിക്കും തോന്നുന്നുണ്ട്, മേക്കുകാരനായി ഷൈബാന്റെ കൂടെയിരുന്നു. കമായഖൂദു സബിയു, ഏതുപോലെ കുട്ടി ഇരിക്കും പോലെ ഫിൽ മക്തബി, മദ്രസയിൽ. ഒരു മദ്രസയിൽ കുട്ടി എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ ഒരു ആടുമേക്കുകാരനായ ഒരു യുവാവ്, ആ യുവാവിന്റെ മുന്നിൽ ഇങ്ങനെ വലിയൊരു പണ്ഡിതൻ പോയിരിക്കുന്നു. എന്നിട്ട് യസ്അലുഹു, അയാളോട് ചോദിക്കുന്നു. ആര്? ഇമാം ഷാഫി. കൈഫ യഫ്അലു കദാ വകദ, അവർ ഇന്നതൊക്കെ ചെയ്യുന്നു, ഇന്നതൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യുന്നു ചോദിച്ചറിയാണ്. അങ്ങനെ പോയി യുഖാലുഹു, അദ്ദേഹത്തോട് പറയപ്പെടുന്നു, മിസ്ലുക യസ്അലു ഹാദൽ ബദവിയ്യ, താങ്കളെപ്പോലെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള ഒരു ഗ്രാമീണ ബദവിയോട് ചോദിക്കുകയോ എന്ന്. അപ്പൊ ഒരു ബഹുമാനപ്പെട്ട ഇമാം ഷാഫി ആര് കൊടുക്കുന്ന മറുപടി, ഇന്നഹാദ, നിശ്ചയമായിട്ടും ഈ കാട്ടു താമസിക്കുന്ന ഈ മനുഷ്യൻ, മുഫ്ഫിക ലിമാ ഉൾഫൽനാഹു, നമുക്ക് ഒരുപാട് കാര്യം ശ്രദ്ധയില്ലാത്തതുണ്ട്. അങ്ങനെ ശ്രദ്ധയില്ലാത്ത പല കാര്യങ്ങളിലേക്കും ഇദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? തൗഫീഖ് നൽകിയിട്ടുണ്ട്. ഒരു പണ്ഡിതൻ ചെയ്യുന്ന പണി അതാണ്, അറിവ് ഇങ്ങനെ നേടിക്കൊണ്ടിരിക്കുന്ന. അത്തരം ഒരു തൗഫീഖ് കിട്ടിയ ഇയാൾ. അപ്പൊ ഇയാൾ ചോദിക്കുന്നപ്പോ നമുക്ക് എന്താ കാര്യം? നമുക്ക് അറിഞ്ഞത് മാത്രമേ ഉള്ളൂ? അല്ലല്ലോ, നമുക്കറിയാത്തൊരു ഒരുപാടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ലാഹിരിയായി അറിയുന്ന പണ്ഡിതന്മാരുണ്ട് ഇവിടെ. അത്തരം പണ്ഡിതന്മാർക്ക് എന്താണ്? വറയിന്റെ പണ്ഡിതന്മാരാണ്. ആ വറയിന്റെ പണ്ഡിതന്മാര് ഇങ്ങനത്തെ ആൾക്കാരുമായുള്ള ബന്ധം നടത്തിയിട്ടുണ്ട്. وقال أحمد بن حنبل رضي الله عنه ويحيى بن معين يختلفان إلى معروف الخرخي. അവര് അപ്പോ ഷൈബാൻ റായ് എന്ന് പറഞ്ഞാൽ അതൊരു പേരാട്ടോ. ഞാൻ അർത്ഥം വെച്ചോ, ഷൈബാൻ റായ് എന്നൊരു മഹാൻ തന്നെയാണ്. ആ ഷൈബാൻ റായ് എന്ന് പറയുമ്പോൾ കാര്യമായ മഹാനായത് കൊണ്ട് തന്നെയാണല്ലോ. അങ്ങനെ ഈ പറയുന്ന രണ്ടുപേര് മഅറൂഫുൽ ഖർഖി എന്ന് പറയുന്ന ആത്മജ്ഞാനിയുടെ അടുത്തേക്ക് പോകാറുണ്ട്. വലം യകും ബി ഇൽമിൽ ലാഹിരി, എന്നാൽ ലാഹിറിന്റെ അറിവിൽ ബി മൻസിലത്തിഹിമ, ഈ പറയപ്പെടുന്ന മഅറൂഫുൽ ഖർഖി ഓരോ രണ്ടാണ് സ്ഥാനത്തല്ല, അഹ്മദ് ഇമാമിന്റെയും യഹ്യയുടെ സ്ഥാനത്തല്ല. എന്നിരിക്കെ വക്കാന യസ്അലാനി, മഅറൂഫുൽ ഖർഖിയോട് ഈ രണ്ട് ഇമാം ചോദിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ലാഹിറിന്റെ പണ്ഡിതന്മാരും ബാത്തിനിന്റെ പണ്ഡിതന്മാരും പരസ്പരം ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. ലാഹിറിലെ പണ്ഡിതന്മാർ ഉറയിന്റെ പണ്ഡിതന്മാരാണ്. അവരാണ് ഈ ഉഖറവിയായ പണ്ഡിതന്മാരോട് ചോദിച്ചു മനസ്സിലാക്കുന്നത്. അപ്പൊ അറിവ് വേറൂടെ എങ്ങനെ ബന്ധം വേണമെന്നതിന്റെ അർത്ഥം നമുക്കൊക്കെ ഇങ്ങനെ ബന്ധം കിട്ടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പറയാ? എത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പറഞ്ഞിട്ടുണ്ട്. എന്ത്? നബിയോട് പറയപ്പെട്ടപ്പോ കൈഫ നഫഅലു ഇദാ ജാഅനാ അംറു ലം നജിദുഹു ഫീ കിതാബി വലാ സുന്ന, കിതാബിലോ സുന്നത്തിലും നമുക്ക് കാര്യം കിട്ടിയിട്ടില്ല, ഇല്ല. അങ്ങനെ കിതാബ് പരിധിയിട്ടും സുന്നത്ത് പരിധിയിലും കിട്ടാത്തൊരു കാര്യം നമുക്ക് വന്നാൽ നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കുക, എന്താണ് ചെയ്യണത് എന്നോട് ചോദിച്ചത്.
ആ ചോദ്യത്തിനായിട്ട് മറുപടി നബി തങ്ങൾ പറഞ്ഞു വഖാല, അപ്പൊ നബി തങ്ങൾ പറഞ്ഞു സലുസാലിഹീന വജഅലുഹു ശൂറാ ബൈനഹും, നല്ല അള്ളാഹനെ കൂടി ജീവിക്കുന്ന സ്വാലികളായ ആത്മാർത്ഥതയുള്ളതായിരിക്കുന്ന പുണ്യാത്മാക്കളുണ്ട്, അവർ ആത്മീയ ബന്ധമുള്ളവരാ, അവരോട് ചോദിച്ചോളി. എന്നിട്ട് ചോദിച്ചിട്ട് നിങ്ങൾ എന്ത് വേണം, അത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഈ മഹാരഥന്മാരുടെ മുന്നിൽ പോയി ചർച്ചയ്ക്കിടണം, ഒരു കാര്യം തീരുമാനിച്ചോളി. അപ്പൊ കിട്ടുന്ന അർത്ഥം എന്താണ്, നല്ലവരുമായി ആത്മീയ ബന്ധമുള്ളവരുമായി ചോദിച്ച് മനസ്സിലാക്കണം. ലാഹിരിയാക്കൾക്ക് അവകാശം ഉണ്ടെന്നല്ലേ. വലിദാലിക ഖീല, അതുകൊണ്ടല്ലേ പറയപ്പെട്ടത് ഉലമാഉല്ലാഹിരി സീറത്തുൽ അർളീന വൽ മുൽക്കി, അധികാരത്തിന്റെയും ഭൂമിയുടെയും അഴകാണ് ലാഹിരിയ പണ്ഡിതന്മാർ, ദിക്കറിയുന്ന പണ്ഡിതന്മാർ. ഉലമാഉൽ ബാത്തിനി സീനത്തുസ് സമായി വൽ മലക്കൂത്തി, ആകാശത്തിന്റെയും മലക്കൂത്തിയ ലോകത്തിന്റെയും അഴകാണ് ബാത്തിനിന്റെ പണ്ഡിതന്മാർ. രണ്ടു കൂട്ടരും വേണ്ടതാണ്. ഒരു കൂട്ടർ ദുന്യാവ് നന്നാക്കുന്നു, മറ്റേ കൂട്ടർ ആഖിറ നന്നാക്കുന്നു. അപ്പൊ ഈ ദുനിയാവ് ആഖിറ നന്നാക്കൽ ദീന്റെ ആവശ്യമാണ്. അപ്പൊ രണ്ടു കൂട്ടർ അങ്ങോട്ടും ബന്ധമാണെന്നർത്ഥം. ബഹുമാനപ്പെട്ടവർ പറയാണ്, യോമൻ, എന്നോടൊരിക്കൽ എന്റെ ഷെയ്ഖായി സിഡി എന്നൊരു പറയുണ്ടായി, ഇതാ കുംത മിൻ ഇൻദി, നമ്മുടെ അടുത്തപ്പോ ജുനൈദ നീ ഇരിക്കുന്നത്, താങ്കൾ എന്റെ അടുത്ത് എണീറ്റ് പോയാൽ സമന്തുജാലിസു, നിങ്ങൾ ആരും അടുത്ത് പോയിട്ടാ പിന്നെ ഇരിക്കാന്ന് ചോദിച്ചു. അപ്പൊ കൊടുത്തു, ഞാൻ അതിന് ഉസ്താദിന് മറുപടി കൊടുത്തത് ഹാസിബി, ഹാസിബി എന്ന് പറയുന്ന ഒരാൾ അയാൾക്ക് പോകുന്നു. അപ്പൊ എന്റെ ഉസ്താദ് പറഞ്ഞു, അതെ, ഖുദ് മിൻ ഇൽമിഹി വ അദബിഹി, അദ്ദേഹത്തിന് ഒരുപാട് ഇൽമുണ്ട്, അദ്ദേഹത്തിന് ഒരുപാട് ചിട്ടകളും മര്യാദയുണ്ട്, അതൊക്കെ നീ എടുത്തോ. വദ അൻക, നീ നിന്നെ തൊട്ട് ഒഴിവാക്കേണ്ടതുണ്ട്. എന്നറിയോ, തസ്കീഖുൽ കലാം, നമ്മളെ ഈ പറയുന്ന സംഗതിയിൽ കലാമുണ്ട്. എന്ത്, എതിർത്ത് വരുന്ന കലാമുകൾ, സംസാരങ്ങളൊക്കെ ഉണ്ടാവും. അത്തരം കാര്യങ്ങളുണ്ട്. നമുക്ക് ഭിന്നിപ്പ് വരുന്ന സംസാരങ്ങൾ ഉണ്ടാവും. അങ്ങനെ എതിർത്ത് വരുന്ന സംസാരങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നീ ഒഴിവാക്കിക്കണം, അത് നീ എടുക്കണ്ട. അത് മൂപ്പരവാറ് കാഴ്ചപ്പാടാണ്, അത് നീ എടുക്കണ്ട. അത് മുത്തക്കല്ലിമീന, അതിന് നീ എന്ത് ചെയ്ത, അത് സംസാരിക്കുന്ന വിശ്വാസാർത്ഥം സംസാരിക്കുന്ന മുത്തക്കല്ലിമീനുണ്ട്, ഓരോ വേൽക്ക് അതിനെ മടക്കുക. അതെടുക്കാതെ ഇങ്ങനെയുള്ള ഇൽമും അത് നോക്കണം, ഇരുത്തോകാം. അവന്റെ അർത്ഥം എന്താ, സാരികളുമായി ബന്ധപ്പെട്ട അഴക് ബന്ധ ജുനൈദുൽ ബാദാദങ്ങള് ബാത്തിനിയായി അറിവ് അറിയുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ മറ്റേ ആളെ മഹാസബി, അയാളെ ഫിക്ക് അറിയുന്ന ആളായിരിക്കും. അതുകൊണ്ട് സുമ്മലമ്മ വല്ലയിത്തു, പിന്നെ ഞാൻ അവിടുന്ന് എന്തായാലും പോന്നു. തിരിഞ്ഞു പോകുന്നപ്പോ സമയത്തു അദ്ദേഹത്തെ കേട്ട് യഖൂലു പറയുന്നതായിട്ട്, എന്ത്, ജഅലക്കല്ലാഹു സാഹിബ ഹദീസ് സൂഫിയ, ഹദീസ് പണ്ഡിതനെ അള്ളാഹു നിങ്ങളെ ആക്കട്ടെ സാഹിബ ഹദീസ് സൂഫിയ, സൂഫിയായ ഒരു ഹദീസ് പണ്ഡിതനാക്കി അള്ളാഹു നിങ്ങളെ മാറ്റട്ടെ എന്ന് പറഞ്ഞു കേട്ടു. വലാ ജഅലക സൂഫിയൻ സാഹിബ ഹദീസ്, നിങ്ങളെ സൂഫിയായിട്ട് പിന്നെ ഹദീസ് പണ്ഡിതനാവാം, അതാവാൻ പാടില്ല. ഹദീസ് പണ്ഡിതനായിട്ട് സൂഫിയാവണമെന്ന് ഇങ്ങനെ ദുആയ്ക്ക് ഞാൻ കേട്ടു. അഷാർ അദ്ദേഹം ചൂണ്ടുന്നത് ഇലാ അന്നമൻ ഹസൻ ഹദീസ വൽ ഇൽം, ഇൽമും ഹദീസും കരഗതമാക്കിയ ഒരാള് സുമ്മ തസവ്വഫ, പിന്നെ സൂഫിസത്തേക്ക് എത്തി, അത് നായര ഇൽമൊക്കെ തേടി എന്നിട്ടൊരു ആത്മജ്ഞാനത്തിൽ ചെന്നാൽ അയാൾ വിജയിച്ചു. ഒമൻ തസവ്വഫ ഖബലൽ ഇൽമി ഖാതറ ബിനഫ്സിഹി, ഇൽമു ഒന്നുമില്ല അയാൾക്ക്, അതിനൊന്നും സൂഫിയായിട്ട് ഇങ്ങനെ ജീവിച്ച ഇൽമൊന്നുമില്ലാതെ അങ്ങനെ പോവുകയാണെങ്കിൽ അവൻ ഖാതറ ബിനഫ്സി, അവൻ നഫ്സ് കൊണ്ട് അപകടത്തിലായി. അവ അറിവാണ് എന്നിട്ട് സൂഫിയാകാൻ പറ്റുള്ളൂ എന്നർത്ഥം.